C11 Physics for HSC, CBC and ISC students. This is Unit 5, Chapter 7, Motion of System of Particles and Rigid Body. And today, this is class number 59, Moment of Inertia Problems. Moment of Inertia Problems in Rotational Dynamics. So these are some of the important problems. The first problem, find the moment of inertia of a disk of mass 3 kilogram and radius 50 centimeter about the following axis. Find the moment of inertia of a disk of mass 3 kilogram and radius 50 centimeter about the following axis. അപ്പോൾ ഇനി പറയുന്ന ആക്സസ് റൊട്ടേഷൻ ആക്സസ് പരിഗണിക്കണം. അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക്കാണ് 3 കിലോഗ്രാം മാസ് റേഡിയസ് 50 സെൻറ്റിമീറ്റർ, അതായത് 0.5 മീറ്റർ. ഏതെല്ലാം ആക്സിസ് ആണെന്ന് നോക്കുക. നമ്പർ 1, ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് perpendicular to plane of the disk. Number 2, axis touching the edge are perpendicular to the plane of the disk. And third case, axis passing through the center and lying on the plane of the disk. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ റൊട്ടേഷൻ ആക്സിസിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ ഒരു ഡിസ്ക്കാണ് ഇവിടെ പറയുന്നത്, സർക്കുലർ ഡിസ്ക്. അതിന് മൂന്ന് കേസാണ്. അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ഒരു ടാൻജൻറ്റ്, അതുപോലെ പെർപെൻഡിക്കുലർ ആക്സിസ്. അങ്ങനെ മൂന്ന് കേസായിട്ടാണ് ആക്സിസ് പറയുന്നത്. മൂന്ന് കേസിലും വ്യത്യസ്തമായ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. ആ ഡിസ്കിൻ്റെ ആക്സിസുകൾ മാറുമ്പോൾ ഓരോ കേസിലും ഓരോ വാല്യൂ ആണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. Solution: M is given 3 kilogram, radius R 50 centimeter, which is 0.5 meter. So this is the perpendicular axis. The first axis, the perpendicular axis in the plane of the disk. Moment of inertia I about an axis passing through center and perpendicular to plane of the disk. It is shown in the figure. M is mass, R is the radius. The perpendicular axis is shown vertically. Then in that case, I is half mr square, that is half into 3 into 0.5 square. That is 0.5 into 3 into 0.5 into 0.5, which is equal to 0.375 kilogram meter square. So I, in this case, is 375 kilogram meter square. That is the MI of the disk about the perpendicular axis in the plane of the disk. Next question. The moment of inertia I about an axis touching the edge are perpendicular to the plane of the disk by parallax theorem. Parallax theorem ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ പാരലാക്സ് തിയറം വെച്ചിട്ട് ടാൻജൻറ്റ് പാരലാക്സിസ് അതിൻ്റെ എം ഐ കാണുന്നൊരു ഫോർമുലയാണ് ഐ ഈക്വൽ ടു ഐ സെൻറ്റർ ഐ പെർപെൻഡിക്കുലർ ആക്സിസ് പ്ലസ് എം എ സ്ക്വയർ ഒരു എം ഡി സ്ക്വയർ, അങ്ങനെ റിലേഷനുണ്ട് പാരലാക്സിസ് തിയറം. പാരലാക്സ് തിയറം പഠിച്ചിട്ടില്ല എങ്കിലും ഇവിടെയെങ്കിൽ വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഫോർമുല കൊടുത്താൽ മതി. പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ സീറോയുടെ വാല്യൂ അല്ലെങ്കിൽ ഐ സെൻറ്റർ വാല്യൂ ഹാഫ് എം ആർ സ്ക്വയർ ഡി ആർ എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം ഐ ഇസ് ഹാഫ് എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ, എം ഡി സ്ക്വയർ ഇസ് എം ആർ സ്ക്വയർ 3/2 എം ആർ സ്ക്വയർ എന്ന് പറയും. അല്ലെങ്കിൽ ഓർക്കുക, ഈ കാണുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് സൈഡിൽ എടുക്കുമ്പോൾ സെൻറ്ററിൽ കൂടി പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസിന് പാരലായിട്ട് ടാൻജൻഷ്യൽ ആക്സിസ് പെർപെൻഡിക്കുലറായിട്ട് വിചാരിക്കുമ്പോൾ, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് വിചാരിക്കുമ്പോൾ അതിൻ്റെ എം ഐ 3/2 എം ആർ സ്ക്വയർ ആണ്. എം ഐ ഓഫ് എ പെർപെൻഡിക്കുലർ ആക്സിസ് parallel to the center axis perpendicular to plane, that is given by the relation 3/2 mr square. In that case, we calculate the equation. We calculate I is equal to 3/2 into 3 into 0.5 square equal 1.5 into 3 into 0.5 into 0.5, which is equal to 1.125 kilogram meter square. അപ്പോൾ അത് തിയറം ഓഫ് പാരലാക്സിസ് ആണ്. തിയറം ഓഫ് പാരലാക്സിസ് സിലബസിൽ പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് കൊണ്ട് നമുക്ക് ഈ റിലേഷൻ പഠിച്ചാൽ മതി. ഈ 3/2 എം ആർ സ്ക്വയർ പഠിച്ചാലും മതി. ഈ പാരലാക്സിസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ, ആ എഡ്ജ് കൂടി പോകുന്ന പാരലാക്സിസ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എം ഐ 3/2 എം ആർ സ്ക്വയർ ആണ്. ഉത്തരം 1.125 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഡയമീറ്റർ ആണ്. എം ഐ അബൌട്ട് ഡയമീറ്റർ. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ I about an axis through center and axis passing through
the center, the mi about an axis passing through center, axis passing through center, and here we are seeing diameter. ഡയമീറ്റർ അടിസ്ഥാനപ്പെടുത്തിയുള്ള എം ഐ ആണ്. ഇപ്പോൾ ഡയമീറ്റർ അടിസ്ഥാനപ്പെടുത്തി എം ഐ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി അപ്ലൈ ചെയ്യണമെന്നില്ല. അതിൻ്റെ എം ഐ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/4 m² ആണ്. എം ഐ ഓഫ് എ ഡിസ്ക് എബൌട്ട് എ ഡയമീറ്റർ ഈസ് 1/4 m² ആണ്. ആർ ഇസ് റേഡിയസ്. റേഡിയസ് അത് കണക്കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/4 × 3 × 0.5². ദാറ്റ് വിൽ വർക്ക് ഔട്ട് ആസ് 0.1875 kg/m². അപ്പോൾ ഡയമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന എം ഐ ആണ് ഈ 3 കേസിൽ ഏറ്റവും കുറവായിട്ട് വരുന്നത്. ദി എം ഐ എബൌട്ട് ഡയമീറ്റർ ഈസ് എ സ്മോളസ്റ്റ് വാല്യൂ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക് when we consider the 3 axes. So there is an idea. About which of the above axis it is easier to rotate the disk. അപ്പോൾ ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ആക്സിൽ ഏത് ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പം? റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ഏറ്റവും കുറവ് എം ഐ ഉള്ള ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം എം ഐ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഇനർഷ്യയാണ്. ഐസ് പ്രോപ്പർട്ടി നോട്ട് ടു റൊട്ടേറ്റ് ആണ്. അപ്പോൾ ഏത് ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് എം ഐ ഉള്ള ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ അതാണ് ചോദ്യം. ഡയമീറ്റർ ആക്സിസ്. About which of the above axis it is easier to rotate the disk? The answer is it is easier to rotate the disk about an axis through which the moment of inertia is least. Hence it is the case 3, diameter. Diameter as axis. Next problem. It is a dumbbell problem. Find the moment of inertia about the geometric center of the given structure made up of one thin rod and 2 circular salt spheres as shown in the figure. ഒരു തിൻ റോഡ് വിചാരിക്കണം. നീളം ഇവിടെ 80 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. ആക്സിസ് പെർപെൻഡിക്കുലർ, രണ്ടറ്റത്ത് 2 ബോളുണ്ട്. ആ ബോളിന് റേഡിയസ് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് റോഡിന് 3 കിലോഗ്രാം, സ്പിയറിന് 5 കിലോഗ്രാം. അപ്പോൾ നോക്കുക, ദ സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ത്രീ ഓബ്ജക്ട്സ്, 1 തിൻ റോഡ് ആൻഡ് 2 സോൾട്ട് സ്പിയേഴ്സ്. ഒരു നേർത്ത റോഡും 2 സോൾട്ട് സ്പിയറും കൂടി ചേർന്നതാണ് ഈ സ്ട്രക്ചർ. ദ മാസ് ഓഫ് ദ റോഡ് എം ഈസ് 3 കിലോഗ്രാം ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ് ഈസ് L is 80 centimeter, 0.8 meter. So MI of the road about its center of mass axis is 1/12 ml square. We have studied the formula. The MI of a uniform road, ml square by 12. And when we apply this formula, I road we get 1/12 into 3 into 0.8 square. That is equal to 0.16 kilogram meter square. That is the MI of the road. And we have to find the MI of the 2 spheres about the center axis. The mass of sphere M is 5 kilogram and the radius of the sphere is R is 10 centimeter, 0.1 meter. The moment of inertia of the sphere about its center of mass, about its diameter, that is is 3/5 m². You know MI of sphere is 2/5 m². 2/5 m². And this MI should be taken to the perpendicular axis passing through center of a road, that is 50 centimeter away road, 40 plus 10 centimeter. The moment of inertia of the sphere about the geometric center of the structure is I sphere is I center plus MD square. Parallel axis theorem, where D is 40 centimeter, D is 40 centimeter plus 10 centimeter, 50 centimeter, 0.5 meter. So we get I sphere 2/5 m², I sphere center, that is 2/5 m² plus MD square
that we put the value d we put as 0.5, r is 0.1, you calculate, we get 1.27 kilogram meter square. That is the myosphere about parallaxes passing through center of the structure. As there are one rod and two similar salt spheres, we can write the total moment of inertia I of the given geometric structure as I is I rod plus 2 I spheres. I rod plus 2 I spheres. രണ്ട് സ്പിയർ ഉണ്ട്, ഒരു റോഡുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയെടുക്കുക. നമുക്ക് ആകെ എം ഐ കണ്ടുപിടിക്കാൻ. That is I is equal to 0.16 plus 2 into 1.27, 0.16 plus 2.54. The answer is 2.7 kilogram meter square. That is the MI of the structure. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ആദ്യം ഈ റോഡിൻ്റെ എം ഐ കാണണം, പിന്നെ സ്പിയറിൻ്റെ എം ഐ കാണണം, അതിന് ഡയമീറ്ററിൽ. ആ സ്പിയറിൻ്റെ എം ഐ സെൻറ്ററിലേക്ക് മാറ്റണം, അതിന് പാരാലാക്സ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു സ്പിയറിന് പകരം രണ്ട് സ്പിയറിൻ്റെ കൂടെ, അപ്പോൾ രണ്ട് സ്പിയറിൻ്റെ സെൻട്രൽ എം ഐ കൂട്ടണം, പിന്നെ റോഡിൻ്റെ എം ഐ അതിനോട് കൂട്ടണം. അപ്പോൾ ഒന്നാമത്തെ സ്പിയറിൻ്റെ എം ഐ കണ്ടിട്ട് സെൻറ്ററിൽ കൊണ്ടുവരണം, പാരാലാക്സ് തിയറം. രണ്ടാമത്തെ സ്പിയറിൻ്റെ എം ഐ കണ്ടിട്ട് വീണ്ടും സെൻറ്ററിൽ കൊണ്ടുവരണം, പാരാലാക്സ് തിയറം. അപ്പോൾ രണ്ട് സ്പിയറിൻ്റെ റോഡിൻ്റെ എം ഐ കൂട്ടിയ ഉത്തരം കിട്ടും. Next problem. Determine the salt sphere's moment of inertia at a mass of 22 kilogram and radius 5 meter. ഒരു സോൾട്ട് സ്പിയറിൻ്റെ മാസ് 22 കിലോഗ്രാമാണ്, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. എം ഐ എബൌട്ട് ഡയമീറ്റർ, സ്പിയർ എന്ന് പറഞ്ഞാൽ എം ഐ എബൌട്ട് ഡയമീറ്റർ കാണുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഫോർമുല 2/5 mr സ്ക്വയർ ആണ്. അപ്പോൾ ഐ ഇസ് 2/5 ഇൻറ്റു എം 22 r സ്ക്വയർ 5 സ്ക്വയർ 25 equal to 220 kilogram meter square. Next problem. Calculate the mass of uniform disk when its moment of inertia is 110 kilogram meter square and radius is 10 meter. ഒരു ഡിസ്ക് വിചാരിക്കുക, അതിൻ്റെ എം ഐ തന്നിരിക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് ഡയമീറ്റർ വെച്ച് ചെയ്താൽ മതി. എം ഐ ഓഫ് ഡിസ്ക് എബൌട്ട് ഡയമീറ്റർ, എം ഐ ഓഫ് ഡിസ്ക് എബൌട്ട് ഡയമീറ്റർ 1/4 mr സ്ക്വയർ. ഏറ്റവും കുറവ് വാല്യൂ നമ്മൾ എടുക്കുകയാണ്, 1/4 mr സ്ക്വയർ എടുക്കുകയാണ്. ഐ ഈസ് 110, ആർ ഈസ് 0.1 മീറ്റർ, 10 സെൻറ്റിമീറ്റർ, ഇ ഈസ് 0.1 മീറ്റർ. Substitute, we can find the value of m. M is 4.4 kilogram. That is the answer. Next problem. If the mass is 10 kilogram and radius is 7 meter, determine the hollow cylinder's moment of inertia. ഇത് ഹോളോ സിലിണ്ടർ വീക്കാൻ, ഒരു ഹോളോ സിലിണ്ടറാണ്, അതായത് പൊള്ളയായ ഒരു സിലിണ്ടർ. ഹോളോ സിലിണ്ടറിനെ നമുക്ക് റിങ്ങിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് വിചാരിക്കാവുന്ന ഒരു ഹോളോ സിലിണ്ടർ നമ്മൾ കുത്തനെ വെച്ചിട്ട് നമ്മൾ താഴോട്ട് അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാൽ ഒരു റിങ്ങായിട്ട് മാറും. അപ്പോൾ റിങ്ങിൻ്റെ ഹോളോ സിലിണ്ടർ റിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ റിങ്ങിൻ്റെ ഫോർമുല പെർപെൻഡിക്കുലർ ആക്സിസ് mr സ്ക്വയർ ആണ്. ഐ റിംഗ് പെർപെൻഡിക്കുലർ ആക്സിസ്. ഹോളോ സ്പിയർ is a special case of ring when we assume that the hollow cylinder is contracted lengthwise. That is I is 10 into 40, that is 490. 10 into 49, the radius is 7. So mr square, I is mr square. ഈ ഹോളോ സിലിണ്ടറിനെ നമുക്കൊരു റിങ്ങിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് വിചാരിക്കാവുന്നതാണ്. ഒരു ഹോളോ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ കീഴ്പോട്ട് അമർത്തി കഴിഞ്ഞാൽ അത് കുത്തി ഇറത്തി കീഴ്പോട്ട് അമർത്തി കഴിഞ്ഞാൽ റിങ്ങായിട്ട് കിട്ടും. അപ്പോൾ ഐ റിംഗ് പെർപെൻഡിക്കുലർ ആക്സിസ് നമ്മൾ പഠിച്ചതാണ് mr സ്ക്വയർ. അപ്പോൾ mr സ്ക്വയർ എന്നുള്ള ഫോർമുല ഹോളോ റിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് m 10 r 7 സ്ക്വയർ 49, we get 4
490 kilogram meter square. 490 kilogram meter square. Next problem. When R1 is 10 centimeter, R2 is 20 centimeter, and the mass of annular ring is 14 kg. Annular ring. This angular ring. Angular ring എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ റിങ്ങിൽ നിന്ന് ഒരു സർക്കുലർ ഡിസ്കിൽ നിന്ന് അകത്തു നിന്ന് ഒരു ചെറിയൊരു ഡിസ്ക് വെട്ടിമാറ്റുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് ആനുലാർ റിങ്. ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്, അതിനകത്ത് നിന്ന് കുറച്ചുകൂടി റേഡിയസ് കുറവുള്ള ഡിസ്ക് വെട്ടിമാറ്റിയാൽ നമുക്ക് ഒരു വീതിയുള്ള റിങ് പോലെ കിട്ടും. ആ വീതിയുള്ള റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ആനുലാർ റിങ്, ആംഗുലാർ റിങ്. അതിൻ്റെ മാസ് ഉണ്ട്, ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് ഉണ്ട്. അതിൽ എം ഐ കാരണം. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നോക്കി എന്താണെന്ന്, പെർപെൻഡിക്കുലർ ആക്സിസ് എടുക്കുകയാണെങ്കിൽ എം ഇൻറ്റു R2 സ്ക്വയർ പ്ലസ് R1 സ്ക്വയർ ബൈ 2 എന്നാണ് ഇക്വേഷൻ. ഈ ആനുലാർ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ് ഫോർമുല 1/2 എം ഇൻറ്റു R2 സ്ക്വയർ പ്ലസ് R1 സ്ക്വയർ എന്നാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് I is 1/2 into M 14 R1 square 20 square plus R2 square 10 square, that is 100. Simplify, we get I is 3900 kilogram meter square. That is all with your 59th class, and we continue the class with more questions from rigid body dynamics, rotational dynamics, system of particles. Thank you very much.